ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഐറ്റം വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിൻ്റെ പേര് തന്നെ ഒരു പുതിയൊരു ഐറ്റമാണ്, നമുക്ക് അത്ര പരിചയമില്ല. ഹരിയാലി ചിക്കൻ. ഹരിയാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിന്ദിയിൽ അതിൻ്റെ മീനിങ് ഗ്രീൻ കളർ എന്നാണ്. അപ്പോൾ ഹരിയാലി ചിക്കൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് പുതിനയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ കൂടുതൽ ഞാൻ പറയുന്നില്ല, നമ്മുടെ വീഡിയോയ്ക്ക് അത് ഫുള്ള് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടാതെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ സ്ലാങ്ങിനൊക്കെ ഒരു ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, സംസാരിക്കുന്നതിലൊക്കെ ഒരു സ്റ്റാമ്പറിങ്ങൊക്കെ ഉണ്ട്, അത് ദയവായിട്ട് നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനപ്പം ഹരിയാലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി 1/2 കിലോ ചിക്കനാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, പുളിയില്ലാത്ത നല്ല തൈര്, ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള പുതിനയും മല്ലിയിലയും പച്ചമുളകും ഒക്കെ ചേർത്ത് ഒരു മിശ്രിതം തയ്യാറാക്കണം. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇത് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പം നമുക്കിത് ഇതിനുള്ള ഒരു ക്രീമി ആയിട്ടുള്ള ഒരു ഗ്രീനിഷ് കളർ പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഒരു കെട്ട് മല്ലിയില എടുക്കണം, അതിൻ്റെ ഇരട്ടി പുതിനയില, പിന്നെ അല്പം വഴട്ടിയ സവോള ഒരു മീഡിയം സൈസ്, 5 പച്ചമുളക്, പിന്നെ കുറച്ച് കാഷ്യൂനട്ട്, ഒരു 10-15 പീസ് കാഷ്യൂനട്ട് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ച് എടുക്കുക. എന്നിട്ട് നമ്മൾ മുന്നേ തയ്യാറാക്കിയ അരമണിക്കൂറായിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ആ ചിക്കൻ പീസിലേക്ക് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കൈ കൊണ്ട് തന്നെ തിരുമ്മി പിടിപ്പിച്ച് നമ്മൾ 1 മണിക്കൂറൂടെ നമ്മളത് വീണ്ടും റെസ്റ്റ് ചെയ്യാൻ നോക്കുക. ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ വളരെ നന്നായിട്ട് ഈ ചിക്കനിലേക്ക് ഈ ഫ്ലേവറൊക്കെ നന്നായിട്ട് അബ്സോർബ് ആവും. എന്നിട്ട് നമ്മളൊരു കടായി എടുത്തിട്ട് അതിലേക്ക് സാധാരണ ഈ നോർത്ത് ഇന്ത്യൻസ് ഇത് ചെയ്യുന്നത് കടുകെണ്ണയിലാണ്. എനിക്ക് കടുകെണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് കുക്കിംഗ് ഓയിലാണ് എടുത്തേക്കുന്നത്. കടുകെണ്ണ ശരിക്കും ചിക്കനൊക്കെ വെന്ത് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്, നമുക്ക് കടുകെണ്ണയുടെ മണം നമുക്ക് വരില്ല, പക്ഷേ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഞാനിതിലേക്ക് എടുത്തേക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് ഈ മാരിനേറ്റ് ചെയ്ത് 1 മണിക്കൂറായിട്ട് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്യുകയാണ്. ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്യേണ്ടത്. നമ്മൾ ചൂട് കൂടി പിരിഞ്ഞ് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അല്ലെങ്കിൽ ഒരു ഇടത്തരം ഫ്ലെയിമിൽ, മീഡിയം ഫ്ലെയിമിൽ ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ചിക്കനിലെ പീസിലെ വെള്ളവും ഇതെല്ലാം കൂടെ പയ്യെ ഓയിലിലേക്ക് വരും. ഇത് എന്നിട്ട് ഡ്രൈ ആകുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒരു 10 മിനിറ്റോളം ഇത് ചെയ്യണം. 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ചിക്കനിലേക്ക് വേവ് വരും. പിന്നെ നമുക്കൊരു 10-15 മിനിറ്റൂടെ നിങ്ങൾക്ക് ഗ്രേവിയുടെ തിക്നെസ് ആവശ്യം എന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് ലോ ഫ്ലെയിമിലത് വേവിക്കാൻ വെക്കുക. ഞാൻ എന്തായാലും ഒരു 10 മിനിറ്റൂടെ ഇത് ചെയ്യുകയാണ്. 10 മിനിറ്റ് കൊണ്ട് ഇത് വീണ്ടും ആ ചിക്കനിലെയും അതുപോലെ നമ്മുടെ ആദ്യം ചേർത്ത മല്ലിയില, പുതിനയില ഇതിലേക്കുള്ള വെള്ളം വീണ്ടും ഇറങ്ങി വരുവാണ്. ഇതൊരു 5-10 മിനിറ്റ് തുറന്ന് വെച്ച് വേവിക്കുമ്പോഴത്തേന് ഈ വെള്ളം പോകും. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഇതിനകത്ത് ഉപ്പിൻ്റെ അല്പം കുറവുണ്ട്. അപ്പോൾ ഉപ്പ് ആഡ് ചെയ്തു. പിന്നെ ഇത്തിരി മല്ലിപ്പൊടി, ഗരം മസാല, ജീരകപ്പൊടി ഇതെല്ലാം ചേർത്ത് ആഡ് ചെയ്യണം. ഞാനിപ്പോൾ ഇതിൻ്റെ ടൈറ്റിൽ നിങ്ങൾക്ക് എന്തരെയാണ് ചേർത്തേക്കെന്നുള്ള കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് വീണ്ടും ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഗ്രേവി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേവായി കഴിയുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. പക്ഷേ എനിക്ക് ഇത്തിരി ഡ്രൈ പരുവത്തിലാണ് എനിക്കിഷ്ടം. അതാണ് റൊട്ടിയുടെ കൂടെ കഴിക്കാനൊക്കെ ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റം. ഇപ്പോൾ എന്തായാലും വേവായിട്ടുണ്ട്. ആ വെള്ളമൊക്കെ പറ്റി ആ എണ്ണ തെളിഞ്ഞ് വരുന്ന ഒരു പരുവമുണ്ട്. ഈ പരുവത്തിൽ വേണമെങ്കിൽ നമുക്കതൊരു സർവിങ് ബോളിലേക്ക് മാറ്റാം. ഞാൻ എന്തായാലും അത് അങ്ങനെ ചെയ്യുന്നില്ല. വീണ്ടും കുറച്ച് നേരം കൂടി ഇത് ഡ്രൈ ആകാൻ വേണ്ടി വെക്കുവാണ്. നമുക്ക് അല്പം നേരം കൂടെ ഇത് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല വെള്ളം പറ്റിയെല്ലാം വരുന്നുണ്ട്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് പെപ്പർ പൗഡർ, കുരുമുളക് പൊടി, നല്ല കുരുമുളക് പൊടി ചേർക്കുകയാണ്. അപ്പം ഈ പുതിനയുടെയും മല്ലിയുടെയും കുരുമുളകിൻ്റെ കൂടെ എല്ലാം സത്ത് ഈ ചിക്കനിലേക്ക് ആഗിരണം ചെയ്തിട്ട് ഒരു പ്രത്യേക സ്മെല്ലാണ് ഇപ്പം വരുന്നത്.
ശരിക്കും ഒരു വെറൈറ്റി ഒരു ചിക്കൻ റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളിത് ഉണ്ടാക്കി നോക്കി നിങ്ങൾ അതിൻ്റെ അഭിപ്രായം നിങ്ങൾ പറയുക. പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് ഈ വെള്ളമെല്ലാം വറ്റി വരുന്ന സമയത്ത് ചെറിയൊരു പീസ് ബട്ടർ ഞാൻ അടിക്കുകയാണ്. അപ്പോൾ ബട്ടർ ഒരു പ്രത്യേകം ഒരു ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മളത് ചേർത്ത് കൊടുക്കുന്നത് ശരിക്കും നോർത്ത് ഇന്ത്യൻസൊക്കെ മിക്ക ഐറ്റംസിലും കുക്കിങ്ങിലും ബട്ടർ ഉപയോഗിക്കാറുണ്ട്, ബട്ടർ നോൺ വെജ് ഐറ്റംസിൽ. അപ്പോൾ അതൊരു ടേസ്റ്റ് കൂട്ടുന്നൊരു ഐറ്റമാണ്. അപ്പോൾ എരിവൊക്കെ കൂടുതലായപ്പോലും അതൊന്ന് ബാലൻസ് ചെയ്യുന്നതിനും ഒക്കെ ഈ ബട്ടർ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതൊരു കറക്റ്റ് ഒരു ടെക്സ്ചറിലേക്ക് അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പം വേണമെങ്കിൽ നിങ്ങളൊരു ബൗളിലേക്ക് ഇത് മാറ്റിയിട്ട് ചൂടോടുകൂടി ഇത് ഉപയോഗിക്കുക. ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. സ്പൈസി അല്ല, എന്നാൽ ഒരു പ്രത്യേക ഒരു ഫ്രാഗ്രൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അപ്പോൾ അടുത്ത ഐറ്റമായിട്ട് ഞാൻ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.